അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരന്ത ബാധിതർ ഇന്നും നിർമ്മാണ കമ്പനിയുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. EKK കമ്പനിയുടെ അടിമാലിയിലെ ഓഫീസിന് മുന്നിലാണ് ഉപരോധം. വീട് നഷ്ടമായവർക്ക് ഇൻഷുറൻസ്, വീടുകൾക്ക് വാടക എന്നിവ നൽകുന്നില്ലെന്നാണ് പരാതി. രാഹുൽ സുരേഷാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി രാഹുൽ, അവരുടെ ദുരിതം നമ്മൾ അധികാരികളിലേക്ക് എത്തിച്ചതാണ്, പക്ഷെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വീണ്ടും ഉപരോധവുമായി പ്രതിഷേധ സമരവുമായി ഇവർ രംഗത്തെത്തുന്നത്, അല്ലേ? വിനീത, ഉറപ്പുകൾ പാഴ്വാക്കായതോടെ അവർക്ക് ഈ സമരമല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായ രണ്ടാം ദിനവും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ EKK കമ്പനിയുടെ യാർഡിന് മുന്നിൽ കുടിൽ കെട്ടിയുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കുട്ടികളും മുതിർന്നവരും പ്രായമായവരും അതുകൂടാതെ വിവിധ അസുഖങ്ങളുള്ള ആളുകളും ഉൾപ്പെടെ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെ ഉറപ്പുകളാണ്? പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് വീട് വാടക, അതുകൂടാതെ ഇൻഷുറൻസ് പരിരക്ഷ. ഇത്തരത്തിൽ ഒരു ഉറപ്പുകളും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല, അല്ലേ ചേച്ചി? ഇതുവരെ ഒന്നും അവർ ചെയ്തു തന്നിട്ടില്ല. ഞങ്ങളെ ഈ ദുരിതക്കയറ്റിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് സർക്കാരിനോടാണ് ചോദിക്കാനുള്ളത്. ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട സർക്കാർ ഞങ്ങളെ കൈയൊഴിഞ്ഞു വിടാതെ ഞങ്ങളുടെ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കി ഈ തെരുവിൽ നിന്ന് ഞങ്ങളെ മാറ്റി ഞങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടം തന്ന് ഞങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ ഇരുത്തി. ഇന്നലെ രാത്രി എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാനിവിടെ കിടന്നു. എനിക്ക് സഹിക്കാവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. ഇനി ഈ ഒരു രാത്രി കൂടി കിടത്താനുള്ള ഒരു അവസരം നൽകാതെ ഈ സർക്കാർ മുൻകൈ എടുത്ത് ഞങ്ങൾക്ക് എന്താ ചെയ്യായിട്ട് പറഞ്ഞേക്കുന്നത്, EKK കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് പറഞ്ഞേക്കുന്ന കരാറ്, പറഞ്ഞേക്കുന്ന വാക്ക് ഞങ്ങൾക്ക് പാലിച്ച് ഞങ്ങളുടെ വിഷമത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിടുന്ന ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുക. പ്രായമായവരും അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, പക്ഷെ ഈ പൊടിയും വെയിലൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാതെ മറ്റു നിർവാഹമില്ല. സമര ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഫലം കാണാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇരിക്കണേ. ഫലം കണ്ടിട്ടേ ഞങ്ങൾ മാറുള്ളൂ. വിനീത, കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. ഈ മോളൊക്കെ അന്ന് ആ ദുരിതം ഉണ്ടായ അന്ന് മുതൽ ഈ സമരത്തിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. ഇന്ന് സ്കൂളിൽ നിന്നും പോയില്ലേ? സ്കൂളിൽ പോകാൻ പറ്റിയ അവസ്ഥയിലല്ല ഞങ്ങൾക്ക് സമരത്തിന് പറ്റും. കാരണം ഞങ്ങൾക്ക് ഈ വീട് സ്ഥലം കിട്ടാതെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയായിരുന്നു. ഇപ്പോൾ വാടകയും വീട് സ്ഥലം കിട്ടാൻ ഞങ്ങൾ സ്കൂളിലേക്ക് പോകും. സാറുമാര് നിങ്ങളോട് പറഞ്ഞ ഉറപ്പൊന്നും ഇതുവരെ പാലിച്ചില്ലേ? പാലിച്ച് ഇല്ലാതെ പറയാൻ പറ്റൂല. വീടൊക്കെ പോയായിരുന്നു മോളുടെ, അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിനീത, ആ മോളുടെ വാക്കുകൾ ഉൾപ്പെടെ നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ജില്ലാ കളക്ടർ വീട് തകർന്ന സമയത്ത് കുഞ്ഞിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ആ കുഞ്ഞുൾപ്പെടെയാണ് ഇപ്പോൾ ആ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും അടിയന്തരമായ പരിഹാരം കാണണം എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം. രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകുക.